പോരാടുന്ന വലിയ യോദ്ധാവ് എന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ സ്വയം പ്രഖ്യാപനം കേരള രാഷ്ട്രീയത്തിൽ വെറും വാചക കസർത്ത് മാത്രമാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ തള്ള് ഇനി ഏശില്ലെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് മന്ത്രി ശിവൻകുട്ടി. ബി.ജെ.പിയോടുള്ള മൃദു സമീപനവും കോൺഗ്രസിന്റെ നിലപാടില്ലായ്മയും കേരളീയ പൊതുസമൂഹത്തിന് വ്യക്തമായി ബോധ്യമായ കാര്യമാണ്. മൈക്ക് കിട്ടുമ്പോഴും ക്യാമറ കാണുമ്പോഴും വലിയ വായിൽ സംസാരിച്ചാൽ സംഘപരിവാർ വിരുദ്ധത തെളിയിക്കാനാവില്ലെന്ന് മന്ത്രി പറയുന്നുണ്ട്. യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടം എങ്ങനെയെന്ന് നേമം മണ്ഡലം തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേരളത്തിന്റെ മണ്ണിൽ ബി.ജെ.പി തുറന്ന ഏക അക്കൗണ്ട് അടച്ചുപൂട്ടിച്ചത് ഇടതുപക്ഷത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ സമരത്തിലൂടെയാണെന്നും സംഘപരിവാർ രാഷ്ട്രീയത്തെ മുട്ടുകുത്തിക്കാൻ ആർജവമുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആ പോരാട്ട ഭൂമിയിലേക്ക് കടന്നു വരണമെന്നും അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. വി.ഡി. സതീശൻ ശരിക്കും സംഘപരിവാർ വിരുദ്ധനാണെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ഒരിക്കൽ വിജയിച്ച നേമം മണ്ഡലത്തിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറാകണമെന്ന് മന്ത്രി ആവശ്യപ്പെടുകയാണ്. വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് കരുത്തു പകരാൻ സതീശൻ ഈ ക്ഷണം സ്വീകരിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്ന് മന്ത്രി വ്യക്തമാക്കി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകളേക്കാൾ നിലപാടുകൾ പ്രവൃത്തിയിലൂടെ തെളിയിക്കാനുള്ള ആർജവമാണ് ഒരു നേതാവിന് വേണ്ടതെന്നും സതീശൻ മത്സരിച്ചാലും ഇല്ലെങ്കിലും നേമത്ത് ഒരിക്കൽ ക്ലോസ് ചെയ്ത ബി.ജെ.പിയുടെ അക്കൗണ്ട് തുറക്കാൻ ഇടതുപക്ഷം ഒരിക്കലും അനുവദിക്കില്ലെന്നും മന്ത്രി പറയുന്നുണ്ട്. വിജയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാകുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മന്ത്രി ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് സതീശനും തമ്മിലുള്ള രാഷ്ട്രീയ പോര് കടുപ്പമാകുകയാണ്. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നിയമസഭയ്ക്കുള്ളിൽ നടന്ന രൂക്ഷമായ വാക്കേറ്റവും സോണിയാഗാന്ധിയെക്കുറിച്ചുള്ള ശിവൻകുട്ടിയുടെ പരാമർശത്തിനെതിരായ സതീശന്റെ പ്രതികരണവുമാണ് സംഘർഷത്തിന് തുടക്കമായത്. ഇപ്പോഴിതാ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിന്റെ പേരിൽ നേമത്ത് നേരിട്ട് മത്സരിക്കാൻ വെല്ലുവിളിച്ചുകൊണ്ട് വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് രാഷ്ട്രീയ ധൈര്യം തെളിയിക്കേണ്ടതെന്ന് ശിവൻകുട്ടി തുറന്നടിച്ചിരിക്കുകയാണ്. സംസ്ഥാന ബജറ്റിനെ പരിഹസിച്ചതിനും സതീശന് കടുത്ത ഭാഷയിലാണ് മന്ത്രി മറുപടി കൊടുത്തത്. ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുകയാണെന്ന സതീശന്റെ പരാമർശം വസ്തുതാ വിരുദ്ധമാണെന്ന് മന്ത്രി പറയുന്നുണ്ട്. വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് തന്റെ അലവൻസുകളും ആനുകൂല്യങ്ങളും മാസാമാസം കൈപ്പറ്റുന്നത് ഇതേ ഖജനാവിൽ നിന്നാണെന്ന കാര്യം മറക്കരുതെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. ഖജനാവ് അത്രയ്ക്ക് ശൂന്യമാണെങ്കിൽ പ്രതിപക്ഷ നേതാവിന് ലഭിക്കുന്ന ഈ പണം എവിടെ നിന്നാണ് വരുന്നതെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ബജറ്റ് വെറും വാക്കുകളല്ല, മറിച്ച് നാടിന്റെ പുരോഗതിക്കുള്ള കൃത്യമായ റോഡ് മാപ്പാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഖജനാവ് കാലിയാണെന്ന് പറയുന്നവർ പൊതുവിദ്യാലയങ്ങളിലെ ഹൈടെക് സംവിധാനങ്ങളും കുട്ടികൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളും കാണാതെ പോകരുത്. പാവപ്പെട്ടവന്റെ ക്ഷേമത്തിനായി സർക്കാർ നീക്കിവെക്കുന്ന ഓരോ രൂപയും കൃത്യമായ ആസൂത്രണത്തോടെയാണ് വിനിയോഗിക്കുന്നത്. സ്വന്തം ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഖജനാവിനെ തള്ളിപ്പറയുന്ന രീതി ശരിയല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നേരത്തെ സംസ്ഥാന ബജറ്റിനെ കബളിപ്പിക്കൽ എന്ന് വിശേഷിപ്പിച്ച വി.ഡി. സതീശൻ സർക്കാർ ബജറ്റിനെ രാഷ്ട്രീയ രേഖയാക്കി മാറ്റിയെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു. 10 വർഷം ചെയ്യാത്ത കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുമെന്ന് പറയുന്നത് ജനങ്ങളെ വിശ്വസിപ്പിക്കാനുള്ള തന്ത്രം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതേ തുടർന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ബാലിശമാണെന്നും ആനുകൂല്യങ്ങൾ വാങ്ങുന്ന അതേ ഖജനാവിനെ അപമാനിക്കരുതെന്നും വ്യക്തമാക്കി ശിവൻകുട്ടി രംഗത്തെത്തിയത്.